കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ബാക്ക് നോക്കുമ്പോൾ തന്നെ ഫുൾ പച്ചയും പച്ചപ്പൊക്കെ ആയിട്ട് നമ്മൾ ഇന്നൊരു ഉഗ്രൻ സ്ഥലത്താണ് വന്നെത്തിയിരിക്കുന്നത്. അത് വേറെ എവിടെയല്ല, നമ്മുടെ ഇഞ്ചത്തൊട്ടി ബ്രിഡ്ജിലാണ്. ഹേ ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മൾ ഒരു കളർഫുൾ വിഷ്വലായിട്ടാണ് വന്നിരിക്കുന്നത്. ഇൻട്രോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ബാക്ക് നോക്കുമ്പോൾ തന്നെ ഫുൾ പച്ചയും പച്ചപ്പൊക്കെ ആയിട്ട് നമ്മൾ ഇന്നൊരു ഉഗ്രൻ സ്ഥലത്താണ് വന്നെത്തിയിരിക്കുന്നത്. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ഇഞ്ചത്തൊട്ടി ബ്രിഡ്ജിലാണ്. അപ്പോൾ ഞങ്ങൾ എങ്ങനെയാണ് ഇവിടെ വരെ യാത്ര ചെയ്തെത്തിയെന്ന് ഒന്ന് കണ്ടിട്ട് വന്നാലോ. ഇപ്പം ഈ കാണുന്നത് കോതമംഗലം ബസ് സ്റ്റാൻഡാണ്. അവിടുന്ന് ഞങ്ങൾ എടുത്തത് പാലമറ്റത്തേക്കുള്ള ബസ്സായിരുന്നു. പക്ഷെ അവിടുന്ന് ചീക്കോട് പറയുന്ന സ്ഥലത്തേക്ക് ബസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ഇഞ്ചത്തൊട്ടിയിൽ പോവാം. ഇല്ലെന്നുണ്ടെങ്കിൽ പാലമറ്റത്ത് ഇറങ്ങിയിട്ട് അവിടുന്ന് ഓട്ടോ എടുത്തിട്ട് ഇഞ്ചത്തൊട്ടി ബ്രിഡ്ജിലേക്ക് പോകേണ്ടി വരും. പോകാനിരുന്ന സ്ഥലം മാത്രമല്ല കേട്ടോ, പോയിക്കൊണ്ടിരുന്ന വഴിയും നല്ല അടിപൊളി വിഷ്വൽസ് തരുന്ന ഒന്ന് തന്നെയായിരുന്നു. പൈനാപ്പിൾ തോട്ടവും പിന്നെ ഈ കാണുന്ന പോലെ ഫുൾ പച്ചപ്പ് നിറഞ്ഞ സ്ഥലമൊക്കെ ആയിട്ട് നല്ല അടിപൊളി ഒരു യാത്രയായിരുന്നു ഞങ്ങൾക്ക് മുന്നിലുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ നേരെ ആ ഓട്ടോ ചേട്ടൻ കൊണ്ടെത്തിച്ചത് ഇങ്ങനത്തെ ഒരു സ്ഥലത്തേക്കായിരുന്നു. ഈ സ്ഥലത്തിനെ തന്നെ സ്വിറ്റ്സർലാൻഡ് ഓഫ് കേരള എന്ന് അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ വഴി നേരെ നടന്നു പോയി കഴിഞ്ഞാൽ നമ്മൾ കാണുന്നത് ഇഞ്ചത്തൊട്ടി ഹാങ്ങിങ് ബ്രിഡ്ജാണ് കേട്ടോ. ഈ കാണുന്ന പടി കയറിയിട്ടായിരുന്നു പാലത്തിലേക്കുള്ളത് പോകുന്നത്. ആ സൈഡിൽ വിഷ്വൽസും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇത്. സൈഡിൽ കൂടി പെരിയാറാണ് കേട്ടോ ഇത് ജോയിൻ ചെയ്യുന്നത്, അങ്ങനെയാണ് കേട്ടറിയുക. ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് പോയി ഒരു ദിവസം നല്ല അടിപൊളിയായി ചില്ല് ചെയ്ത് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ ഇത്. പിന്നെ ഏകമുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പോകുമ്പോൾ നമ്മുടെ ഒപ്പം അല്ലെങ്കിൽ കുറേ പേര് ആ പാലം വഴി നടക്കുന്നുണ്ടെങ്കിൽ സാധാരണ ഏതൊരു പാലത്തിനെ പോലെ നല്ലൊരു കുലുക്കം നമുക്ക് ഫീൽ ചെയ്യും. അത്യാവശ്യം എന്നെ പോലെ പേടിയുള്ള ആളാണെങ്കിൽ പിന്നെ പറയാതിരിക്കുന്നതാണ് നല്ലത്. എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. ആ പേടിയിലൂടെ നടന്നു പോകുന്ന ആ ഒരു വിഷ്വലാണ് ഇപ്പോൾ നിങ്ങളെ കാണുന്നത്. പക്ഷെ എന്തുകൊണ്ട് നല്ലൊരു അനുഭവമായിരുന്നു അത്. ആ പാലം ഞങ്ങൾ ഒരു വശത്തേക്ക് ഇങ്ങനെ ഇറങ്ങിയപ്പോഴത്തേക്കും ഞങ്ങൾ ഈ പുഴയുടെ തീരത്തേക്കായിരുന്നു വന്നിരുന്നത്. നല്ല രസമായിരുന്നു കേട്ടോ. കുറച്ച് നേരം കാറ്റൊക്കെ കൊണ്ട് ഇതിനിടയ്ക്കിടയ്ക്ക് ചെറിയ മഴയൊക്കെ പെയ്തിരുന്നു. തിരിച്ചെങ്ങനെ പോകും എന്നൊക്കെ ഉള്ള സംശയത്തിലായിരുന്നു ഞങ്ങളെങ്കിലും കുഴപ്പമൊന്നുമില്ല, അത് അടിപൊളിയായിട്ട് തിരിച്ചു വരാൻ കഴിഞ്ഞു. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി കുറച്ച് മുന്നിലേക്ക് വന്നപ്പോഴത്തേക്കും നമ്മൾ നേരത്തെ കണ്ട് ആ വെള്ളം പോകുന്നതും പിന്നെ പച്ചപ്പ് നിറഞ്ഞ മേടുകളുമായിട്ടുള്ള സ്ഥലമൊക്കെ കണ്ടു. അവിടെ കുറച്ച് നേരം ഞങ്ങളങ്ങനെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് തിരിച്ച് യാത്ര പോവാണ് കേട്ടോ. വേറെ എവിടേക്കല്ല, ഹോസ്റ്റലിൽ കയറണ്ടേ. തിരിച്ച് പോകുന്ന യാത്രയും അത്ര നിരാശപ്പെടുത്തുന്നതൊന്നും ആയിരുന്നില്ല. പോകുന്ന വഴിയിൽ നിറയെ കാഴ്ചകളൊക്കെ കണ്ട് നല്ല സന്തോഷത്തോടെ ഉള്ളൊരു ദിവസമായിരുന്നു. പിന്നെ മനസ്സിൻ്റെ കാര്യം പറയണ്ടല്ലോ.